ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പങ്കുചേരുന്നത് ബഹുമാനപ്പെട്ട ശ്രീമതി അഷിത അലിയാണ്. സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും ഉന്നമനത്തെയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു വിമൻസ് വെൽനസ് ആൻഡ് അബൻഡൻസ് കോച്ചാണ് അവർ. അതിലുപരി നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലെ പഴയകാല മുറിവുകളെ സുഖപ്പെടുത്തി ജീവിതത്തിൽ പുതിയൊരു ഊർജവും സന്തോഷവും നിറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഇന്നർ ചൈൽഡ് ഹീലർ കൂടിയാണ് അഷിത മാഡം. ഇതുവരെ 500-ലധികം സെഷനുകളിലും 1000-ലധികം സ്ത്രീകളെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാനും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപാട് നല്ല ചിന്തകളുമായിട്ടാണ് ഇന്നവർ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഏറ്റവും ബഹുമാനാദരങ്ങളോടെ ശ്രീമതി അഷിത മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോഗ്രാം ഡയറക്ടർ നൗസിയ മാഡം, ടീം ഇൻചാർജിലുള്ള സലീം സാർ, ഹസ്ന മാഡം, ടീം മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അഷിത മാഡത്തെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. Thank you so much. Good morning everyone. രാവിലെ ആയതുകൊണ്ട് എല്ലാരും വീഡിയോ മോഡൊക്കെ ഓഫ് ആയിട്ടായിരിക്കും അല്ലെ. മാക്സിമം എല്ലാരും വീഡിയോ മോഡിൽ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും. സോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് അഡ്രസ് യുവർ ഇന്നർ വോൺസ് എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഒരുപാട് സമയമില്ല, ആകെ കിട്ടിയിട്ടുള്ളത് ഒരു 30 മിനിറ്റ്സ് ആണ്. പക്ഷെ അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ഏത് ടോപ്പിക് ആണെങ്കിലും നമുക്ക് പറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് നമ്മളുടെ ആ ഒരു ഇന്നർ വോൺസിനെ അഡ്രസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു കുറഞ്ഞ സമയം നമുക്ക് വിനിയോഗിക്കാം. നമ്മള് ഇന്നർ വോൺസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതെന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ പുറമേയുള്ള വോൺസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എന്തെങ്കിലും പരുക്ക് പറ്റിയാലോ പൊള്ളലേറ്റാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വോൺസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരീരത്തിൽ മുറിവ് വരും, പ്രയാസങ്ങൾ ഉണ്ടാവും, നമ്മൾ മരുന്നെടുക്കും, ഡോക്ടറെ കാണിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ വോൺസിനെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ശരീരത്തിന്, ഈവൻ ശരീരത്തിനാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പ്രയാസം ആ ഒരു കുറഞ്ഞ സമയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് ടൈം വോൺസ് ആവാം, ലോങ് ടൈം ആവാം, എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. ബോഡിയിൽ പെയിനും ഇറിറ്റേഷനും, അല്ലെങ്കിൽ ഏതൊരു അവയവത്തിനാണോ മുറിവ് വന്നിട്ടുള്ളത് ആ ഭാഗം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെ കുറെ പ്രയാസങ്ങളോട് നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ശരീരത്തിന്റെ മുറിവ് നമ്മൾ കാണുന്നതാണ്, നമ്മൾ അത് എങ്ങനെയെങ്കിലും ഉണക്കാനുള്ള കാര്യങ്ങളൊക്കെ, ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മളുടെ ഉള്ളില്, നമ്മളുടെ മനസ്സിനേറ്റ കുറച്ച് മുറിവുകളുണ്ട്, നമ്മുടെ ഇന്നർ വോൺസ്. മനസ്സിനേറ്റ മുറിവുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്ത സമയത്ത് പലപ്പോഴും നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ടോ, നമുക്ക് അറിയോ എന്ന് പോലും അറിയില്ല. നമ്മള് നല്ല ലൈഫ്, നല്ല ഹാപ്പി ലൈഫ് നയിക്കുന്ന ഒരാളായിട്ട് ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല വീട്, കുട്ടികള്, സാമ്പത്തികം എല്ലാം നമുക്ക് ഉണ്ടാവും. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഇന്നർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പുറമെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും എന്താണ് ആ ഒരു ഇന്നർ മൈൻഡിൽ ഇന്നർ ഫോഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് അയാൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ അയാൾക്ക് വല്ലാത്തൊരു ശൂന്യത, അല്ലെങ്കിൽ ഒരു ഭയങ്കര സങ്കടം. എന്തിനാണ് എനിക്ക് സങ്കടം വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഉള്ളിലുള്ള ഈ ശൂന്യതയുടെ കാരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളുടെ ഉള്ളിലെ ആ ഇന്നർ വോൺസ് കുറെ കാലം നമ്മൾ കൊണ്ടു നടന്നു. ചിലപ്പോ ഇത് എപ്പോഴോ നമ്മളുടെ കുട്ടിക്കാലത്ത് എപ്പോഴോ നമുക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും. 1 വയസ്സിലോ 2 വയസ്സിലോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം നമ്മളിപ്പോ പറയുകയാണെങ്കിൽ 0 to 7 അല്ലെങ്കിൽ 8 ഇയേഴ്സിനുള്ളിൽ കിട്ടിയിട്ടുള്ള വോൺസ് ആയിരിക്കും കൂടുതലും നമ്മളുടെ ഉള്ളില് അത്രയും പ്രയാസമായിട്ട് കിടക്കുന്നുണ്ടാവുക. ഈ വോൺസ് നമ്മൾ ഹീൽ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ മുറി വരുന്ന സമയത്ത് അതിന് അറിഞ്ഞ് മരുന്ന് കൊടുക്കുന്ന പോലെ
നമ്മളുടെ മനസ്സിനകത്തുള്ള വൂൺസിന് നമ്മൾ മരുന്ന് കൊടുക്കാതിരുന്നാല് അവിടെ അത് കിടന്ന് ആ മുറിവ് പഴുത്ത് വ്രണമായിട്ട് അത് ദേഷ്യമായിട്ടും വാശിയായിട്ടും പകയായിട്ടും നീരസമായിട്ടൊക്കെ അത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. ഈ സാധനം കുറെ കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ് ആയിട്ടും ആങ്സൈറ്റി ആയിട്ടും ഡിപ്രഷൻ ആയിട്ടും നമ്മളുടെ ഉള്ളിൽ നമ്മളിന്ന് പുറത്തേക്ക് വരും. ഇത് കൂടാതെ തന്നെ ശരീരത്തിനും നമുക്ക് അസുഖം ഉണ്ടാവും. പലപ്പോഴും നമുക്കറിയാം പല ആളുകൾക്കും ആ ശാരീരികമായിട്ടുള്ള അസുഖം വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും അസുഖത്തിന്റെ കാരണം എന്താണെന്ന് അറിയുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ ഒരു അസുഖം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടാവും, ഇനി ഒന്നും നടത്താൻ ഉണ്ടാവില്ല. ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, അത് ഇത് എല്ലാം ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ വേദനയോ അല്ലെങ്കിൽ ഇവരുടെ പ്രയാസങ്ങളോ മാറാത്തൊരവസ്ഥയിലാണ് ഇവരുണ്ടാവുക. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഇന്നർ വോൺസ് ആണ്. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഇന്നർ വോൺസ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. ഞാൻ ഭയങ്കര ഹാപ്പി ആണല്ലോ, എനിക്ക് നല്ല പാരന്റിങ് ആണല്ലോ കിട്ടിയിട്ടുള്ളത്, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ കുട്ടിക്കാലത്തെ അങ്ങനെയുള്ള എനിക്കൊരു പ്രയാസപ്പെടുത്തുന്ന സിറ്റുവേഷൻസോ ഇവന്റ്സോ എന്റെ മെമ്മറിയിൽ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ആ ഒരു 0 to 8 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ചില പ്രയാസങ്ങളിൽ നിന്നാണ് നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു 4 5 വയസ്സുള്ള അവള് അല്ലെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് ഒരു ചിത്രം വരച്ചു, അതിന് കളർ ചെയ്തു, നല്ല ഭംഗിയായി വീട്ടിൽ കൊണ്ടുവന്നു. അവൾക്ക് അതിന് നല്ല പിന്നെ എന്താണ് സ്റ്റാർ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് വീട്ടിലെ അമ്മ ഭയങ്കര ബിസിയാണ്, കിച്ചണിൽ ഭയങ്കര തിരക്കിലാണ്, അച്ഛന്റെ കാര്യങ്ങൾ തിരക്കിലാണ്. അപ്പൊ ഈ ചിത്രവുമായിട്ട് ഈ കുഞ്ഞു മോള് അല്ലെങ്കിൽ മോന് അവന്റെ പാരന്റ്സിന്റെ അടുത്ത് സമീപിക്കണം. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കിട്ടണം. ഞാനിത് ഇത്ര ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്, എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട്, എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ബണ്ടിൽ ഓഫ് ഹാപ്പിനെസ് ആയിട്ടാണ് ആള് വരുന്നത്. പക്ഷെ ഇത് കൊണ്ട് അമ്മയുടെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അമ്മ ഇതിൽ പോയെ, ഇവയെ പെട്ടെന്ന് പോയിട്ട് കുളിക്കാൻ നോക്ക്, എന്നിട്ട് ആ യൂണിഫോം ഇട്ടിട്ട് അവിടെ ഇരിക്കാതെ, അങ്ങനെ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളെ അമ്മമാരുടെ ആ ഒരു പെർഫോമൻസ് അധികവും അങ്ങനെ ആയി. പിന്നെ അടുത്ത കാര്യം പറയുമ്പോൾ ഈ അച്ഛന്മാര് അവരെന്തെങ്കിലും ഫാദേഴ്സിന്റെ അടുത്ത് നോക്കുക, അവർ തിരക്കിലായതുകൊണ്ട് ചിലപ്പോൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു റിജക്ഷൻ ആ ഒരു കുഞ്ഞു മനസ്സിൽ കൊടുത്തിട്ടുള്ള മുറിവ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ വലുതായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ ഏതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഏതൊരു കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്തും എപ്പോഴും ഈ ഒരു റിജക്ഷൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇനിയിപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കി ബോസിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവിടുന്ന് ചിലപ്പോൾ റിജക്ഷൻ ആയിരിക്കും. വൈഫിന്റെ അടുത്ത് നിന്നാണെങ്കിലും റിജക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവം. അപ്പോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മവിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ്. നമുക്ക് പോലും അറിയാതെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്റെ പ്രശ്നം, എനിക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവാതെ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതൊരു വലിയ നമ്മള് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കുട്ടിക്കാലത്തെ വൂൺസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫിലെ ഭയങ്കര പ്രാധാന്യമുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഫാമിലി ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എവിടെയും നമ്മളുടെ ആ റിജക്ഷൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള ആ അബാൻഡൻമെന്റ്, നമുക്ക് കിട്ടിയിട്ടുള്ള ആ വൂൺസ്, അത് നമ്മളെ അവിടെ ഒരു സ്റ്റക്നെസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിലേക്ക് എത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ സമയം ഭയങ്കര പരിമിതം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം, കണ്ണുകൾ അടച്ചിട്ടിരിക്കാം. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. Close your eyes. Just focus on your breath. Breathe in
ബ്രീത് ഔട്ട്. ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നതും ശ്വാസം പുറത്തോട്ട് എടുക്കുന്നതും ശരിക്ക് അറിഞ്ഞു തന്നെ ചെയ്യാം. Breathe in, breathe out. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ള ആ പഴയ കാലത്തിലേക്കൊന്ന് പോകാം. യെസ്, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ആ കുഞ്ഞായിരുന്ന നിങ്ങളെ. ആ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. വളരെ സങ്കടപ്പെട്ട് എന്തോ ഒരു പ്രശ്നത്തിന് വളരെയധികം സങ്കടത്തോടു കൂടി ഒറ്റയ്ക്കിരിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. ആരും നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ നിങ്ങളുടെ ചുറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് ഇപ്പോ ആ സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആ സങ്കടത്തെ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അനുവാദം നിങ്ങൾക്ക് കൊടുക്കാം. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയാട്ടോ, പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മുറിവേറ്റ ആ ഒരു കുഞ്ഞ്, അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ ഭയങ്കര സങ്കടത്തിലാണുള്ളത്. അവനെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പക്ഷേ അവന് കരയാണ്, അല്ലെങ്കിൽ അവൻ സങ്കടത്തിലിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ഉള്ളിൽ ആ കുഞ്ഞിനോട് തന്നെ നിങ്ങൾക്ക് പറയാം, അന്ന് നിനക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, നിന്റെ കൂടെ നിൽക്കാനായിട്ട് നിനക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിന്റെ വേദന മാറ്റാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഐ എം ഓൾവേസ് വിത്ത് യു. യെസ്, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. നിനക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും എന്ത് പെയിൻ ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒട്ടും സങ്കടപ്പെടേണ്ട. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ അതിനെ പരിഹരിക്കാം. ആ സങ്കടത്തോട് കൂടി ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള ഇപ്പൊ നിങ്ങളുടെ തന്നെ ആ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ആ ഒരു കുഞ്ഞു സെൽഫിനെ ചേർത്ത് പിടിക്കാം, നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യാം. ഇപ്പൊ അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് ഞാൻ തന്നെ ഉണ്ട്. എന്റെ ഉള്ളിലുള്ള എല്ലാ മുറിവുകളും ഹീൽ ചെയ്യാൻ എനിക്ക് ഞാൻ തന്നെ മതി. യെസ്, നിങ്ങൾക്ക് അവനോട് പറയാം, ഐ ആം വിത്ത് യു ഓൾവേസ്, ഐ ആം ഫോർ യു. യെസ്, നമ്മളിപ്പോ നിങ്ങളെടുത്ത ആ ഒരു ഇവന്റിലുള്ള ആ ഒരു കുഞ്ഞിനെ മാക്സിമം ഹാപ്പി ആക്കിയിട്ട് പതുക്കെ അതിനെ സമാധാനിപ്പിച്ചിട്ട്, ഇപ്പോ നമ്മൾക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയമാണ്. ആ ഒരു സമയത്ത് വളരെയധികം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സ്നേഹം അതിന് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് നമ്മളുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരാം. വീണ്ടും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ണുകൾ നോക്കാം, നോർമൽ സ്റ്റേറ്റിലേക്ക് വരാം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കാൻ നമുക്ക് അതിനുള്ള സമയം, ഫീഡ്ബാക്ക് എടുക്കാനുള്ള സമയം നമുക്കില്ല.
നമ്മള് ഏകദേശം നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരാനുള്ള ഒരു ടൈം, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെരി ഫ്രാൻസ്, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ ചിലർക്കെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിങ്ങനെ മുറിവുകൾ ഉണ്ട്, എനിക്കിങ്ങനെ ഇന്നർ വോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉള്ളിലെ മുറിവുകളെ നോക്കിയിട്ട് നമ്മൾ തന്നെ ധൈര്യത്തോടെ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ, ഞാൻ ആ മുറിവിനെ, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹീലിംഗ് തുടങ്ങുന്നത്. ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ലോങ് നമുക്ക് ഹീൽ ആവാൻ കഴിയില്ല. അത് വേറെ ഒരാള് വന്നിട്ട് നമ്മളെ ഹീൽ ചെയ്ത് തരണം, എന്റെ പ്രശ്നങ്ങൾ അവർ മാറ്റി തരണം എന്നുള്ളതല്ല. ആദ്യം നമ്മൾ എത്തേണ്ട ആ ഒരു അവയർനെസ് എന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എന്റെ പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ, എന്റെ വൂൺസിനെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം, ഞാൻ തന്നെ അതിന് തയ്യാറാവണം. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ വോൺസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ഒരു ഗൈഡിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് ആവശ്യം ഉണ്ടാവും. ആ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രാക്ടീസസ് ചെയ്തെങ്കിലേ, നമ്മൾ ആ ഒരു സ്റ്റെപ്സ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ വോൺസിൽ നിന്ന് നമുക്ക് ഇതിനെ മറികടക്കാനും അതിൽ നിന്ന് പുറത്തു വരാനും തുടങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ പലർക്കും ഉണ്ട്. നോക്കുമ്പോ എന്താണ്, നല്ല വീട്, കുടുംബം, അതേപോലെ നല്ല കരിയർ ഉണ്ടാവും, നല്ല ബിസിനസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾ നോക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും അസുഖമായിരിക്കും, കാരണങ്ങളില്ലാത്ത രോഗങ്ങൾ, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ചെയ്തു നോക്കിയിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും ഡോക്ടറുടെ അടുത്തുനിന്ന് ഡോക്ടറുടെ അടുത്തേക്ക് മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലും പറയുമ്പോൾ ഈ ഇന്ന ഡോക്ടറിനെ കാണിച്ചാല് കുറച്ചുകൂടെ മാറ്റം ഉണ്ടാവും, അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ദിവസം അവിടുത്തെ മരുന്നേക്ക് നമുക്ക് എന്താണ് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ഇവിടെ പോയിട്ട് നോക്കും. നമ്മളിങ്ങനെ വെറുതെ മരുന്നുകൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം, മരുന്ന് കഴിക്കണം, അത് വേണ്ട എന്നല്ല പറയുന്നത്, അത് വേണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പൊ നിൽക്കുന്ന സ്റ്റേറ്റിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ളതല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു മരത്തിന്, ഒരു ആപ്പിൾ ട്രീയില് അതിന്റെ നിറയെ ആപ്പിൾ ഉണ്ടായിട്ട് അതിനകത്തുള്ള ആപ്പിളിൽ കറുത്ത കുത്തുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നത് ആപ്പിളിനല്ല, അല്ലെ? അതിന്റെ റൂട്ടിന് എന്തോ പ്രശ്നമുണ്ട്, മരത്തിന്റെ അടിയിൽ എന്തോ കുഴപ്പമുണ്ട്, അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമുള്ള എന്താണോ അതിന് വേണ്ടത് അതാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പൊ നോർമൽ സ്റ്റേറ്റില് നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി അത് മനസ്സിലായാൽ പോലും അതിന്റെ പിറകെ ഹീലിംഗില്ല, അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല, അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, നമ്മള് എപ്പോഴും ഇത് ഇപ്പൊ ജസ്റ്റ് ചിലപ്പോ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും മേ ബി. പക്ഷെ ചിലർക്ക് ഇതൊരു തുടക്കമായിരിക്കും. അപ്പൊ വർഷങ്ങളായിട്ട് ഉള്ളിൽ കിടക്കുന്ന ഇത്തരം മുറിവുകള് പൂർണ്ണമായും മാറ്റിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള ആ ഒരു ഹീലിങ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഇത് നമ്മളിപ്പോ ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് നിങ്ങളുടെ ആ ഒരു പഴയ സങ്കടപ്പെട്ട് കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതൊരു ഒറ്റ ഇവന്റ് ആണ്. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ എന്തുണ്ടാവും നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഒരു കുഞ്ഞിന്റെ മൈൻഡ് എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താണ് ഒരു അമ്മ എപ്പോഴാണ് എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് അവരുടെ ഉള്ളിൽ ഒരു തോട്ട് വരുന്നത്, ആ ഒരു മൊമെന്റ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്ന സംഭവം ചെയ്യും. ഈ സമയം മുതൽ ആ അമ്മയുടെ ചിന്തകളും അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും എല്ലാം ആ കുഞ്ഞിന്റെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. എപ്പോഴെങ്കിലും അവർക്ക് തോന്നാണ്, എനിക്ക് അവർ കാരിങ് ആയി ഒരു സമയത്ത് അവർക്ക് തോന്നുന്നു എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു, എനിക്ക് ഇത് വേണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, എനിക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു മെസ്സേജ്, ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആണ് എന്നുള്ളതാണ്.
അങ്ങനെ ആവുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും എല്ലാവരുടെ ഇടയിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത്. എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും, എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടാവും, എങ്കിൽ പോലും എന്നെ ആർക്കും കണ്ടുകൂടാ, എന്നെ ആർക്കും ഇഷ്ടമില്ല. ഞാൻ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് ചെന്നാല്, ഒരു ടീമിലേക്ക് ചെന്നാല് ആരും എന്നെ അംഗീകരിക്കുന്നില്ല. ബിക്കോസ് എപ്പോഴോ ആ ഒരു ബോംബിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മെസ്സേജ്, അതാണ് ഇതിന് കാരണം. അങ്ങനെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും ഇനിയിപ്പം നമ്മള് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അന്നത്തെ ദിവസം വീട്ടിലുള്ള ആളുകൾ എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് അന്നത്തെ ദിവസം എല്ലാവരും നന്നായിട്ട് ഉറങ്ങിപ്പോകും. ഈ സമയത്ത് ഈ കുഞ്ഞ് ചിലപ്പോ രാത്രി വളർന്നിട്ട് ഒരുപാട് സമയം കരഞ്ഞ് 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 ചിലപ്പോ അമ്മയും കൂടെയുള്ള ആൾക്കാരും ഒന്നും അറിയാതെ ചില സമയത്ത് അങ്ങനെ തളർന്നു ഉറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതുപോലും ഞാനൊരു അൺവാണ്ടഡ് ആണ്, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ മുറിവിന് കാരണമാകുന്ന ആ ഒരു വിത്ത് നമ്മളാകുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഇടപെടുകയാണ് അവിടെ. അപ്പൊ അതിലൂടെ നമ്മൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വേദനകളെ, ഈ ഇന്നർ വൂൺസിനെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ആ വൂണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എടുക്കുക. അല്ലാതെ നമുക്ക് പലരുടെയും ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ഏതൊരു കാര്യത്തിൽ വന്നാലും അവർക്ക് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റൂല, അവർക്ക് കഴിയൂല, എല്ലാം പരാജയമാണ്, എന്ത് തുടങ്ങിയാലും പരാജയമാണ്, എവിടെ കയറി ചെന്നാലും പ്രശ്നമാണ് എന്നുള്ളത്. അപ്പൊ അവിടെ ആ വൂൺസ് കറക്റ്റ് ആയിട്ട് ഹീൽ ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ തീരുമാനം നമ്മൾ കൈക്കൊള്ളുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വേദനകളിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തുക. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടാകുന്ന സമയത്ത് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ സ്പെഷ്യലി അവർ വേഗം അവരുടെ ജോലികളിലേക്ക് പോകും. വേഗം പോയിട്ട് ഇതുപോലെ ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ എന്റെ പണി തീർക്കട്ടെ, ഞാൻ എന്റെ ജോലി ചെയ്യാം, ഇത് ചിന്തിച്ച് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇതിനൊരു അറ്റം കിട്ടുന്നില്ല, ഇത് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും ഇതിൽ മാറ്റം ഉണ്ടാവില്ല എന്നങ്ങോട്ട് ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് പോയിട്ട് അവർ അവരുടെ ജോലികളിലേക്ക് പോകും. അപ്പോ സ്വന്തം വേദനകളെ നിങ്ങൾ തന്നെ അഡ്രസ് ചെയ്യാത്തിടത്തോളം കാര്യം, അതിനെ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാര്യം നിങ്ങൾ ആരും പരിഗണിക്കില്ല. നിങ്ങളുടെ വേദനകൾക്ക് വേണ്ടിയിട്ട് വേറെ ആരും വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേദനയിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ അംഗീകരിച്ച് നിങ്ങളാവുന്ന നിങ്ങളോട് നിങ്ങൾ സ്വയം സ്നേഹം കൊണ്ട് നിങ്ങൾ അതിനെ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഏറ്റവും ചുരുക്കിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സമയം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സെഷന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുള്ളത് നമ്മളുടെ ഹസ്ന ആണ്. ഹസ്നയും ഞാനും ഇതേപോലെ തന്നെ നമ്മൾ ഇന്നർ ചൈൽഡിന്റെ സെഷൻ ചെയ്ത സമയത്ത് അങ്ങനെ മീറ്റ് ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു പരിചയത്തിന്റെ പുറകിലാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഹസ്നയോടും ഈ ഡിവിഷനിലുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും എല്ലാവരോടും എന്റെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് എവരിവൺ. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻസിനും ഇത്രയും സമയം എന്നെ കേട്ടിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസിന്റെ സിജി അവതരിപ്പിക്കുന്ന 278ാമത്തെ ഡിവിഷൻ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചത് ശ്രീ അഷിത അലി മാം ആണ്. അഡ്രസ് യുവർ ഇന്നർ വോണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ പ്രശസ്തമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ സെഷനിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ വേദനകളെ എങ്ങനെ മറക്കാം എന്നല്ല, ആ വേദനകളെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വളർച്ചയിലേക്ക് അതിനെ മാറ്റാം എന്നാണ് നമുക്ക് മാം ഓർമ്മിപ്പിച്ചു തന്നിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഒരുപാട് ഇന്നർ വോൺസുകൾ ഉണ്ടെങ്കിലും അതൊരിക്കലും മറന്നു കളയാതെ അതിനെയൊക്കെ അഡ്രസ് ചെയ്ത് നമ്മുടെ ജീവിത വിജയം എങ്ങനെ ഒന്നുകൂടെ ഉറപ്പാക്കാം എന്ന ഈ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് സമയം വേണമെങ്കിൽ പോലും
നല്ലൊരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് മാം നമ്മളെ കൊണ്ടുപോയി. താങ്ക് യു അഷിത മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ നൗസിയ മാം, സലീം സർ, നസീബമ്മ തുടങ്ങിയ അണിയറയിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡിവിഷന്റെയും സിജിയുടെയും നന്ദി അറിയിച്ചുകൊണ്ട് നാളെ വേറൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.